ക്ലാസ് ഉണ്ടോ? Good afternoon. Good afternoon, Miss. Good afternoon, Miss. ആരെ ക്ലാസ് ഉണ്ടോന്ന് ചോദിച്ചേ? Good afternoon. ഇല്ല, മൺഡേ തുടങ്ങി സാറ്റർഡേ വരെ റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് കിട്ടാറുണ്ടല്ലോ അല്ലെ? അഥവാ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരത്തെ ഇൻഫർമേഷൻ ചെയ്യും. ക്ലാസ്സിന് എന്തെങ്കിലും വ്യത്യാസമോ ചേഞ്ച് ഒക്കെ വരുവാണെങ്കിൽ മാത്രം. ഓക്കെ, കുറെ നേരമായി ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ ചോദിക്കുന്നതെന്ന്. നിങ്ങൾക്ക് ക്ലാസ് ഇല്ല അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ക്ലാസ് ആണെങ്കിൽ ഇപ്പൊ ഒരു മാറ്റം ഉണ്ടെങ്കിൽ നേരത്തെ ഇവിടുന്ന് ഇൻഫർമേഷൻ തരാറുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ബാക്ടീരിയൽ ഡിസീസ് ആയിരുന്നു നമ്മൾ പഠിച്ചത് അല്ലെ? ബാക്ടീരിയൽ രോഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനിയിപ്പോ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്ന വൈറൽ ഡിസീസ്, വൈറസ് രോഗങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ അതിന്റെ കോഡ് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? കോഡ് എഴുതിയായിരുന്നോ? നമ്മൾ എഴുതിയുണ്ടായിരുന്നുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഏത് കോഡ് ഉപയോഗിക്കണോ എന്നുള്ളത് നോക്കണ്ട. നമുക്ക് എന്താ പറയാ, നമുക്ക് ആ ഡിസീസ്, വൈറൽ ഡിസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കോഡിലൂടെ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഡ് ഇത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ രീതിയിലേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞ ആദ്യ ബാക്ടീരിയൽ ഡിസീസിന്റെ ഒരു ഇത് കോഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അതുപോലെ തന്നെ വൈറൽ ഡിസീസിന് നമുക്കൊരു കോഡ് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? കോഡ് DYSPക്ക് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറെ ഡിസീസിന്റെ നമുക്ക് എഴുതാം. അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ DYSP, അത് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. DYSP. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും നമുക്ക് എക്സ്പാൻഡ് ഏത് ഡിസീസ് ആണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനിയാണ്, ഡെങ്കി ഫീവർ. DNGUE, ഡെങ്കി ഫീവർ ആണ് ഡി എന്ന് പറയുന്നത്, ഡെങ്കിപ്പനി. വൈ എന്ന് പറഞ്ഞ DY എന്ന് പറയുന്നത് യെല്ലോ ഫീവർ, യെല്ലോ ഫീവർ, മഞ്ഞപ്പനി. യെല്ലോ ഫീവർ, വൈ യെല്ലോ ഫീവർ, മഞ്ഞപ്പനി. നെക്സ്റ്റ് എസ് എന്ന് പറയുന്ന സാർസ്, SARS, സാർസ്, എസ്. പി എന്ന് പറയുന്ന പോളിയോ, POLIO, പോളിയോ. അപ്പൊ DYSP കിട്ടിയല്ലോ, ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ, സാർസ്, പോളിയോ. പിന്നെ ജലദോഷം, ജലദോഷം അങ്ങനെ തന്നെ നിന്നോട്ടെ. അപ്പൊ DYSPക്ക് ജലദോഷവും. 5 ഡിസീസ് നമുക്ക് അതിൽ നിന്ന് കിട്ടി: ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ, സാർസ്, പോളിയോ, ജലദോഷം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് മച്ചമ്പിയുടെ നോക്കാം. മച്ചമ്പി സ്പെല്ലിങ് MACHEMPI, അതും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക. MACHEMPI. അത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം ഓരോന്നും. എം എന്ന് പറഞ്ഞ M4, എം എന്ന് ഉദ്ദേശിക്കുന്നത് മീസൽസ് ആണ്, 5ാം പനി. മീസൽസ്, MEASLES, മീസൽസ്, 5ാം പനി. MEASLES, മീസൽസ്, 5ാം പനി. എം. എ എന്ന് പറയുന്നത് എയ്ഡ്സ് ആണ്, AIDS, എയ്ഡ്സ്. എ എന്ന് പറയുന്നത് എയ്ഡ്സ്. സി എന്ന് പറഞ്ഞത്, സി 2 ഡിസീസിനാണ് ഇവിടെ പറയുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ചിക്കൻ പോക്സ് ഉണ്ട്, ചിക്കൻ ഗുനിയ ഉണ്ട്. ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ. സി, ചിക്കൻ പോക്സ്, CHICKENPOX, ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ. CHIKUNGUNYA, ചിക്കൻ ഗുനിയ. അപ്പൊ സി എന്ന് പറഞ്ഞ 2 ഡിസീസ് പറയുന്നുണ്ട്. ചിക്കൻ പോക്സും വരും, ചിക്കൻ ഗുനിയയും വരും. ഓക്കെ, ഇനി എച്ച് എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ്, HEPATITIS, ഹെപ്പറ്റൈറ്റിസ്.
ഹെപ്പറ്റൈറ്റിസ്. എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ്, ഹെപ്പറ്റൈറ്റിസ്. ഇ എന്ന് പറഞ്ഞ എബോള, EBOLA, എബോള. ഇ എന്ന് പറഞ്ഞത് എബോളയാണ്, EBOLA, എബോള. എം എന്ന് പറയുന്നത് മുണ്ടിനീര്, മംസ്, മുണ്ടിനീര്, MUMPS, മംസ്, മുണ്ടിനീര്. ഇനി പി, അതിനകത്ത് മച്ചമ്പിയുടെ പി ഇതുപോലെ തന്നെ 3 ഡിസീസ് ആണ് പറയുന്നത് പി വെച്ചിട്ട്. പേവിഷബാധ, പക്ഷിപ്പനി, പന്നിപ്പനി. പേവിഷബാധ റാബിസ്, RABIES, റാബിസ്. പിന്നെ പക്ഷിപ്പനി, പക്ഷിപ്പനി, പക്ഷിപ്പനി. പിന്നെ പന്നിപ്പനി, പിഗ് ഫീവർ, പന്നിപ്പനി. ഓക്കെ, അപ്പൊ ഈ 3 ഡിസീസിനെയാണ് പറയുന്നത്. പേവിഷബാധ, പക്ഷിപ്പനി, പന്നിപ്പനി. ഇനി ഐ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ ആണ്, ഇൻഫ്ലുവൻസ, INFLUENZA, ഇൻഫ്ലുവൻസ, INFLUENZA, ഇൻഫ്ലുവൻസ. അടുത്ത ജപ്പാൻ ജ്വരം, ജാപ്പനീസ് ഫീവർ, ജപ്പാൻ ജ്വരം, ജാപ്പനീസ് ഫീവർ. അപ്പൊ മച്ചമ്പിയുടെ എം എന്ന് പറഞ്ഞ മീസൽസ്, എ എന്ന് പറഞ്ഞ എയ്ഡ്സ്, സി 2 എണ്ണം പറഞ്ഞു, ചിക്കൻ പോക്സും ചിക്കൻ ഗുനിയയും. എച്ച് എന്ന് പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ്, ഇ എബോള, എം എന്ന് പറഞ്ഞ മുണ്ടിനീര്, മംസ്. പി എന്ന് പറഞ്ഞ 3 ഡിസീസ് പറയുന്നുണ്ട്, പേവിഷബാധ, പക്ഷിപ്പനി, പന്നിപ്പനി. ഐ എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസ, പിന്നെ ജപ്പാൻ ജ്വരം. ഇത് കൂടാതെ ഈ കോഡിൽ ഉൾപ്പെടാത്ത 2 ഡിസീസും കൂടി വൈറൽ ഡിസീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിപ്പ, നിപ്പ പഠിക്കാനുണ്ട്, NIPAH, നിപ്പ പഠിക്കാനുണ്ട്. പിന്നെ കൊറോണ പഠിക്കാനുണ്ട്, COVID-19, കൊറോണ. ഇതും 2 വൈറൽ ഡിസീസ് ആണ്. അപ്പൊ അത് ഈ കോഡിൽ വന്നിട്ടില്ല. എക്സ്ട്രാ ഇത് ടെക്സ്റ്റിലാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഈ കോഡിൽ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷെ എങ്കിലും വൈറൽ ഡിസീസിൽ പഠിക്കുമ്പോൾ ഇത് 2 കൂടി അതിനകത്ത് ചേർക്കണം. കോവിഡും നിപ്പയും കൂടിയും പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും. എന്തോ സ്പീഡ് കൂടുതലാണോ? എഴുതിയെടുത്തില്ലേ? ഡിസീസിന്റെ പേര് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഏതെങ്കിലും കിട്ടാത്തയുണ്ടോ? അപ്പൊ നിങ്ങക്ക് ഞാനിപ്പോ DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും എന്ന് പറഞ്ഞൊരു കോഡ് ഞാൻ പറഞ്ഞു. ആ കോഡ് നമ്മൾ വൈറൽ ഡിസീസിനെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ഒരു കോഡാണ്. അതിൽ ഞാൻ പറഞ്ഞ ഈ ഡിസീസസ് ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തയുണ്ടോ? ഏതെങ്കിലും? മിസ് റാബിസിന്റെ മലയാളം എന്താണ്? റാബിസ്, പേവിഷബാധ. ഓക്കെ. അരിമ്പാറയും വൈറസ് രോഗം തന്നെയല്ലേ? അരിമ്പാറ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അരിമ്പാറ. അത് നിങ്ങക്ക് വേറെ ഇതിനകത്ത് ഇപ്പൊ എന്താ ഇത്രയാണ് നിങ്ങക്ക് തന്നേക്കുന്നത് കേട്ടോ. അല്ല, ഞാൻ എക്സ്ട്രാ ചോദിച്ചതാണ്. അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ നിങ്ങക്ക് തന്നിട്ടില്ല ഇത്രയും ഡിസീസ്. ഈ ഒരു കോഡ് വെച്ചിട്ട് ഇത്രയും ഡിസീസും പിന്നെ അതിന്റെ എക്സ്ട്രാ 2 ഡിസീസും കൂടി നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഞാനിപ്പോ ടെക്സ്റ്റിനെ വെച്ചിട്ടാണ്, അത് ഞാൻ പറഞ്ഞല്ലോ, ടെസ്റ്റിൽ 3 ഡിസീസ് ആകെ തന്നിട്ടുള്ളൂ. എക്സ്ട്രാ കുറച്ച് നോട്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നോട്ട്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ഇതിന്റെ പഠിക്കാനുള്ളൂ കേട്ടോ. ഓക്കെ മിസ്. ഫസ്റ്റ് നോക്കാം, ഡെങ്കിപ്പനി നോക്കാം. ഡെങ്കിപ്പനി ഡെങ്കിപ്പനി ഡെങ്കി ഫീവർ എന്ന് പറഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ? വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ഫ്ലാവി വൈറസ്. നിങ്ങൾ ആ വൈറസിന്റെ പേര് എന്തായാലും നോട്ട് ചെയ്യണം. ഓരോ ഡിസീസും പറയുമ്പോൾ അതിന് കാരണമായിട്ടുള്ള വൈറസ്, രോഗകാരി ഏതാണെന്നുള്ളത് നോട്ട് ചെയ്യണം. പിന്നെ അതിന്റെ ഒപ്പം തന്നെ അത് അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്താണെന്നൊക്കെ അതുണ്ട്. അതിന് കാരണമായിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി അല്ലെങ്കിൽ വൈറസ് ആണ് ഫ്ലാവി വൈറസ്, FLAVI, ഫ്ലാവി വൈറസ്, FLAVI. ഏതെങ്കിലും നിങ്ങൾക്ക് പോയിന്റ് കിട്ടാത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരിയാണ് ഫ്ലാവി വൈറസ്, ഫ്ലാവി വൈറസ്, FLAVI, ഫ്ലാവി വൈറസ്, ഫ്ലാവി വൈറസ്. ബ്രെഡ് ബോൺ
ഫീവർ, ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗമാണ് ഡെങ്കിപ്പനി. അല്ലെങ്കിൽ ഡെങ്കിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്രേക്ക് ബോൺ ഫീവർ. BREAKBONE, ബ്രേക്ക് ബോൺ ഫീവർ. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം. അല്ലെങ്കിൽ ഇപ്പൊ ചോദിക്കാം ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്രേക്ക് ബോൺ ഫീവർ. BREAK അല്ലേ ബ്രേക്ക്? അതല്ലേ? BREAKBONE, ബ്രേക്ക് ബോൺ ഫീവർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് കൊൽക്കട്ടയിലാണ്. ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് കൊൽക്കട്ടയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് കൊൽക്കട്ടയിലാണ്. ഇനി ഈ ഡെങ്കിപ്പനി പടർത്തുന്നത് കൊതുകുകളിലൂടെയാണ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കാരണം കൊതുകുകളാണ്. ഈ കൊതുകുകൾ, ഇത് നിങ്ങൾക്ക് ഒരു പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് വിഭാഗത്തിലുള്ള കൊതുകുകളാണ് ഡെങ്കിപ്പനി പകർത്തുന്നത്? അല്ലെങ്കിൽ ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടുള്ള കൊതുക് ഈഡിസ് ഈജിപ്തി, ഈഡിസ് ഈജിപ്തി, AEDES, ഈഡിസ്, AEDES, ഈജിപ്തി, AEGYPTI, ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടൊരു കൊതുക് ഈഡിസ് ഈജിപ്തി. പിന്നെ വേറൊരു മോസ്കിറ്റോയുടെ പേര് പറയുന്നുണ്ട് ഈഡിസ്. അപ്പൊ നിങ്ങൾ ഒന്ന് ഓപ്ഷൻ നോക്കുക കേട്ടോ. ഇനിയിപ്പോ അത് ഈഡിസ് ഈജിപ്തി അല്ലെങ്കിൽ ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറഞ്ഞ ഒരു മോസ്കിറ്റോയും പറയുന്നുണ്ട്. ഡെങ്കിപ്പനിക്ക് കാരണമായ ഒരു മോസ്കിറ്റോ ആണ് ഈഡിസ് ആൽബോപിക്ടസ്, AEDES, ഈഡിസ് ആൽബോപിക്ടസ്, ALBOPICTUS, AEDES ALBOPICTUS, ആൽബോപിക്ടസ് എന്ന് പറഞ്ഞ ഈ രണ്ട് തരത്തിലുള്ള കൊതുകുകളാണ് ഡെങ്കിപ്പനി പടർത്തുന്നത്. അപ്പൊ ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് കൊൽക്കട്ടയിലാണ്. ഓക്കെ, ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി അല്ലെങ്കിൽ വൈറസിന്റെ പേരേതാ? ഫ്ലാവി വൈറസ് ആണ് ഡെങ്കിപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് അതിനകത്ത് പറയുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏത് വിഭാഗത്തിലുള്ള കൊതുകുകളാണ് ഡെങ്കിപ്പനി പകർത്തുന്നത് ചോദിച്ചേക്കുന്നത്. അതില് ഓപ്ഷനിൽ ഈഡിസ് ഈജിപ്തി ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ആൻസർ ഈഡിസ് ഈജിപ്തി. ഇനി സെക്കൻഡ് വൺ ആണ് മഞ്ഞപ്പനി, യെല്ലോ ഫീവർ. യെല്ലോ ഫീവർ ഇസ് എ വൈറൽ ഡിസീസ്. നമുക്കറിയാം വൈറൽ ഡിസീസ് ആണ്. ഇസ് ടിപ്പിക്കലി ഷോർട്ട് ഡ്യൂറേഷൻ, അത് ഡ്യൂറേഷൻ വളരെ കുറഞ്ഞ ഒരു വൈറൽ ഡിസീസ് ആണ് യെല്ലോ ഫീവർ എന്ന് പറയുന്നത്. ഇത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം മഞ്ഞപ്പനിയാണ്. അത് നോട്ട് ചെയ്യണം കേട്ടോ. അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം മഞ്ഞപ്പനി അല്ലെങ്കിൽ യെല്ലോ ഫീവർ. അമേരിക്കൻ പ്ലേഗ് എന്തുകൊണ്ടാ? അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് യെല്ലോ ഫീവർ വൈറസ്. യെല്ലോ ഫീവറിന് കാരണമായിട്ടുള്ള വൈറസ് യെല്ലോ ഫീവർ വൈറസ് ആണ്. യെല്ലോ ഫീവർ വൈറസ് അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നു. ഓക്കെ, 2 പോയിന്റ് ആണ് അതിനകത്ത് പറഞ്ഞത്. ഈ മഞ്ഞപ്പനിക്ക് അല്ലെങ്കിൽ യെല്ലോ ഫീവറിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് യെല്ലോ ഫീവർ വൈറസ്. അത് അമേരിക്കൻ പ്ലേഗ് എന്നറിയപ്പെടുന്നു. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെയാണ് സാർസ്, SARS. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് അറിയോ? SARS, സാർസ്.
Severe acute respiratory. acute respiratory syndrome. Severe, 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 acute, ACUTE, acute respiratory, RESPIRATORY, respiratory syndrome, SYNDROME, severe acute respiratory syndrome, SARS. Is a contagious. ഇത് എങ്ങനെയാണ് പകരുന്ന ഒരു രോഗമാണ് ഇത്. കണ്ടാജീനസ് ആൻഡ് ലൈഫ് ത്രെറ്റനിങ് ഡിസീസ്, ജീവന് തന്നെ ഒരു ഭീഷണിയാകുന്ന ഒരു പകരുന്ന ഒരു രോഗമാണ് സാർസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് അത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനാണ് ഇത് ബാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു നിമോണിയക്ക് വരെ കാരണമാകാം. ഓക്കെ, അപ്പൊ അത് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സാർസ് കില്ലർ നിമോണിയ എന്നറിയപ്പെടുന്നു. അപ്പൊ കില്ലർ നിമോണിയ എന്നറിയപ്പെടുന്ന രോഗം സാർസ് ആണ്. കില്ലർ നിമോണിയ, കില്ലർ നിമോണിയ, KILLER, കില്ലർ നിമോണിയ, PNEUMONIA, കില്ലർ നിമോണിയ എന്നറിയപ്പെടുന്ന രോഗമാണ് സാർസ്, കില്ലർ നിമോണിയ. പിന്നെ 20-ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്നു. അപ്പൊ 20-ാം നൂറ്റാണ്ടിലെ രോഗം ഏതാ? 20-ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സാർസ്. 20-ാം നൂറ്റാണ്ടിലെ രോഗം. ഇത് ഞാൻ പറഞ്ഞു റെസ്പിറേറ്ററിനെയാണ് സിസ്റ്റത്തെയാണ് ഇത് ബാധിക്കുന്നത്. ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗമാണ്, അല്ലെങ്കിൽ ഇത് ശ്വാസകോശത്തെയാണ് ഈ രോഗം ബാധിക്കുന്നത്. ശ്വാസകോശത്തെയാണ് ഇത് ബാധിക്കുന്നത്. ശ്വസന വ്യവസ്ഥയുമായിട്ട് റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രോഗമാണ് ഇത്. ഇമ്പോർട്ടന്റ് ആണ്. സാർസിന് കാരണമായിട്ടുള്ള വൈറസ് കൊറോണ വൈറസ് ആണ്. കൊറോണ വൈറസ്, സാർസിന് കാരണമായിട്ടുള്ള വൈറസ് കൊറോണ വൈറസ് ആണ്. എന്താ കൊറോണ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്? കൊറോണ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? കൊറോണയുടെ മീനിങ് എന്താ? കൊറോണ എന്ന് പറഞ്ഞ കിരീടം. യെസ്, ആര്യല്ലേ പറഞ്ഞേ? കിരീടം. വെരി ഗുഡ്, കിരീടമാണ്. ഇത്രയും വലിയ ഡിസീസ് വന്നിട്ട് അതിന്റെ മീനിങ് എന്താന്ന് അറിയില്ലേ? കിരീടം. ഓക്കെ, കൊറോണ എന്ന വേർഡിന്റെ മീനിങ് ആണ് കിരീടം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ്. ഗോവ. 20-ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്നു. ശ്വസന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ്. സാർസിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് കൊറോണ വൈറസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ്. കില്ലർ നിമോണിയ എന്നറിയപ്പെടുന്ന രോഗമാണ്. ഇത് എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൊറോണ വൈറസ് മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം ഏതാ? ഇങ്ങനെ തന്നെ അപ്പൊ നിങ്ങൾ പറയുമ്പോ കൊറോണ എന്ന് പറയുമ്പോ പെട്ടെന്ന് COVID-19 ആണ് നമുക്ക് ഓർമ്മ വരുള്ളൂ. കൊറോണ വൈറസ് മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം സാർസ് ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാനിപ്പോ ഇത് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകം ഞാൻ നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ചോദിച്ചത് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ: കൊറോണ വൈറസ് മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം സാർസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 20-ാം നൂറ്റാണ്ടിലെ രോഗം. പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ? കില്ലർ നിമോണിയ എന്നറിയപ്പെടുന്നു. കൊറോണ വൈറസ് ആണ് സാർസിന് കാരണം. ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗമാണ്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് 4th വൺ, പോളിയോ. POLIO. നിങ്ങക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഉണ്ട്. പോളിയോ, POLIO, പോളിയോ. ഇതിന് കാരണം, പോളിയോയ്ക്ക് കാരണം പോളിയോ വൈറസ് ആണ്.
കാരണമായിട്ടുള്ള രോഗകാരി പോളിയോ വൈറസ്. പോളിയോ വൈറസ് മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പോളിയോ മെലിറ്റസ്. പോളിയോ വൈറസ് മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പോളിയോ മെലിറ്റസ്. POLIOMYELITIS പോളിയോ മെലിറ്റസ്. പിള്ളവാദം ഇൻഫന്റൈൽ ബാധിക്കുന്ന രോഗത്തിന്റെ പേര് ഒന്നും കൂടെ പറയും. എന്തോ? പോളിയോ മെലിറ്റസ്. പോളിയോ വൈറസ് മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പോളിയോ മെലിറ്റസ്. POLIOMYELITIS പോളിയോ മെലിറ്റസ്. ഇനി പിള്ളവാദം ഇൻഫന്റൈൽ പാരാലിസിസ് എന്നെല്ലാം അറിയപ്പെടുന്ന രോഗമാണ് പോളിയോ. അതിന്റെ മറ്റു പേരുകളാണ് കേട്ടോ. പിള്ളവാദം, ഇൻഫന്റൈൽ പാരാലിസിസ് എന്നെല്ലാം അറിയപ്പെടുന്ന രോഗമാണ് പോളിയോ എന്ന് പറയുക. ഇൻഫന്റൈൽ പാരാലിസിസ്, INFANTILE ഇൻഫന്റൈൽ പാരാലിസിസ്, PARALYSIS. ഇപ്പൊ പിള്ളവാദം, ഇൻഫന്റൈൽ എന്നെല്ലാം അറിയപ്പെടുന്ന രോഗമാണ് പോളിയോ. ഇപ്പൊ നമ്മൾ പോളിയോ പറഞ്ഞത് പോളിയോയ്ക്ക് കാരണം പോളിയോ വൈറസ് ആണ്. ഈ പോളിയോ വൈറസ് മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പോളിയോ മെലിറ്റസ്. ഇനി പിള്ളവാദം, ഇൻഫന്റൈൽ പാരാലൈസിസ് എന്നെല്ലാം അറിയപ്പെടുന്ന രോഗമാണ് പോളിയോ. ഇനി ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണെന്നറിയോ? ആദ്യ ആദ്യ പോളിയോ വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. ഇനി നെക്സ്റ്റ് ആണ് ജലദോഷം. അപ്പൊ നമ്മുടെ DYSPയുടെ എല്ലാ ഡിസീസും കഴിഞ്ഞു. ഇനി ജലദോഷം, കോമൺ കോൾഡ്. ജലദോഷം സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണല്ലേ. ജലദോഷം ഉണ്ടാവാറില്ലേ? ജലദോഷം ഉണ്ടാകുമ്പോൾ നോസിനാണ് ഏറ്റവും, മൂക്കിനല്ലേ ഏറ്റവും പ്രശ്നം. മൂക്കൊലിപ്പ്, ഇതാണ് ജലദോഷം എന്ന് പറയുന്നത് അല്ലെ. ഇതൊരു വൈറൽ ഡിസീസ് ആണ്. വൈറസ് ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ രോഗമാണ് ജലദോഷം. നോട്ട് ചെയ്യണം, വൈറസ് ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ രോഗമാണ് ജലദോഷം. ജലദോഷത്തിന് മരുന്നൊന്നും വാങ്ങാൻ പോകാറില്ലല്ലോ. 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ തന്നെ മാറിക്കോളും അല്ലെ. അതുകൊണ്ട് തന്നെ വൈറസ് ഉണ്ടാകുന്ന ഏറ്റവും ചെറിയ രോഗം എന്നറിയപ്പെടുന്നത് ജലദോഷം. ജലദോഷത്തിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് റൈനോ വൈറസ്. റൈനോ വൈറസ്, RHINO. ഇത് ഈ ജലദോഷം ഏത് ഓർഗനെയാ ബാധിക്കുന്നത്? നെയ്സലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്ന മൂക്കിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാസോഫെരിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്ന രോഗം, മൂക്കിന്റെ കാര്യം ഓർത്താൽ മതി. നാസോഫെരിഞ്ചൈറ്റിസ്, NASOPHARYNGITIS നാസോഫെരിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ജലദോഷം. നാസോഫെരിഞ്ചൈറ്റിസ്. എന്തോ? ജലദോഷത്തിന് കാരണമായ വൈറസ് റൈനോ വൈറസ്, RHINO. റൈനോ വൈറസ് ആണ് ജലദോഷത്തിന് കാരണമായിട്ടുള്ള വൈറസ്. വൈറസ് ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ രോഗമാണ് ജലദോഷം. നാസോഫെരിഞ്ചൈറ്റിസ് എന്നറിയപ്പെടുന്ന രോഗം. 3 പോയിന്റ് ആണ് നമ്മൾ ജലദോഷത്തെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, വൈറസ് റൈനോ വൈറസ്. ഇനി നെക്സ്റ്റ് ആണ് മീസിൽസ്. 6ാമത്തെ ആണ് മീസിൽസ്, MEASLS.
MEASLES, മീസിൽസ്. എന്താ മലയാളം എന്താ മീസിൽസിന്റെ? അഞ്ചാം പനി. ഓക്കെ, അഞ്ചാം പനി. മീസിൽസ്, അഞ്ചാം പനി. മീസിൽസിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് റൂബിയോള വൈറസ്. RUBEOLA, റൂബിയോള വൈറസ്. മീസിൽസിന് കാരണമായ വൈറസ് ആണ് റൂബിയോള വൈറസ്. RUBEOLA, റൂബിയോള വൈറസ് ആണ് മീസിൽസിന് കാരണമായിട്ടുള്ള വൈറസ്. ഇത് മണ്ണൻ പൊങ്ങൻ പനി എന്നെല്ലാം അറിയപ്പെടുന്ന രോഗമാണ്. അപ്പൊ ഈ മീസിൽസ് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. മീസിൽസ് അറിയപ്പെടുന്ന മറ്റു 2 പേരുകളാണ് മണ്ണൻ, പൊങ്ങൻ പനി എന്നെല്ലാം അറിയപ്പെടുന്ന രോഗം. ഇത് ഈ അഞ്ചാം പനി എന്ന് പറയാൻ കാര്യം, ഈ പനി തുടങ്ങിയിട്ട് 5ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അത് എന്ന ശരീരത്തിലൊക്കെ പറയാലോ. മീസിൽസിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് റൂബിയോള. RUBEOLA, റൂബിയോള. RUBEOLA, റൂബിയോള വൈറസ് ആണ് മീസിൽസ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള വൈറസ്. മണ്ണൻ, പൊങ്ങൻ പനി എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു രോഗമാണ് മീസിൽസ്. ഇത് 5ാം പനി എന്ന് പറയാൻ കാര്യം, ഈ പനിയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി സിവിയർ ആയിട്ട് ശരീരത്തിൽ ഇങ്ങനെ ചുവന്ന് തടിച്ച് പാടുകളൊക്കെ കാണാം. അത് 5ാമത്തെ ദിവസം അങ്ങനെ വരുമെന്നുള്ള ഒരു ഇതും കൊണ്ടാണ് അതിന് 5ാം പനി എന്ന് പറയുന്നത് കേട്ടോ. അതൊരു ഇതായിട്ട് പറഞ്ഞു എന്നുള്ളൂ. പനി തുടങ്ങി 5ാമത്തെ ദിവസം ശരീരത്തിൽ ഇങ്ങനെ ചുവന്ന് തടിച്ച പാടുകളൊക്കെ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് 5ാം പനി മീസിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2 നിങ്ങൾ പഠിക്കണം. ഈ മീസിൽസിന് കാരണമായിട്ടുള്ള വൈറസ് ഏതാണ്? റൂബിയോള വൈറസ് ആണ്. മണ്ണൻ, പൊങ്ങൻ പനി എന്നെല്ലാം അറിയപ്പെടുന്നത് മീസിൽസ് ആണ്. ഇനി നെക്സ്റ്റ് 7ാമത്തെയാണ് എയ്ഡ്സ്. എന്താണ് എക്സ്പാൻഡഡ് ഫോം എയ്ഡ്സിന്റെ? AIDS, എയ്ഡ്സ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. നിങ്ങൾക്ക് അറിയാവുന്നവര് പിന്നെ ഇത് എഴുതിയെടുക്കണ്ട കേട്ടോ. അറിയാവുന്നവരെ എഴുതണ്ട, അറിയില്ലാത്ത മാത്രം നോട്ട് ചെയ്താൽ മതി. നമ്മുടെ സമയം പോകും. കുറച്ചും കൂടി ഉണ്ട് ഈ വൈറൽ. ഓക്കെ, അപ്പോ എയ്ഡ്സിന് കാരണമായിട്ടുള്ള എയ്ഡ്സിന്റെ എക്സ്പാൻഡഡ് ഫോം പറഞ്ഞത് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്യൂട്ട് ACQUIRED, അക്യൂട്ട് ഇമ്മ്യൂണോ IMUNO ഡെഫിഷ്യൻസി DEFICIENCY സിൻഡ്രോം SYNDROME, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ്. ഇത് എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് HIV വൈറസ് പറയാം. HIV ആണ്. HIV-യുടെ എക്സ്പാൻഡഡ് ഫോം എന്താ? HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, 21ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. ഇത് നോട്ട് ചെയ്യണം കേട്ടോ. 21ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ്. 20ാം നൂറ്റാണ്ടിലെ രോഗം ഏതായിരുന്നു? 20ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്ന സാർസ് ആണ്. 21ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. ഇനി അതിന്റെ താഴെ എഴുതാം. അടുത്തത് സിദ്ധാർത്ഥ മ്യൂട്ട് ചെയ്ത്. ഓക്കെ, നിത്യയാണോ? നിത്യയാണോ? ഇപ്പൊ സിദ്ധാർത്ഥന്റെ ഇതാണല്ലോ ഇതിവിടെ ഇതായി കാണുന്നേ. മ്യൂട്ട് ചെയ്ത് വെക്കട്ടോ. നമ്മുടെ ക്ലാസ്സിന്റെ സമയം നിങ്ങൾ ഡിസ്റ്റർബൻസ് ആവുമ്പോ നമുക്ക് അത്രയും നോട്ട്സ് കിട്ടില്ല. നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം, നിങ്ങൾ ക്ലാസ് ഇതാക്കി കഴിഞ്ഞാൽ. അപ്പൊ നോക്കാം. അപ്പൊ എയ്ഡ്സ് നമ്മൾ പറഞ്ഞത്, എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് ഏതായിരുന്നു?
HIV വൈറസ്. വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. അത് 21-ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്ന എയ്ഡ്സ് ആണ്. ഇനി അടുത്ത പോയിന്റ്, ഗ്രിഡ് രോഗം, GRID, ഗ്രിഡ് ഡിസീസ്, ഗ്രിഡ് രോഗം. സ്ലിം ഡിസീസ്, SLIM, സ്ലിം ഡിസീസ് എന്നെല്ലാം അറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. അപ്പൊ എയ്ഡ്സ് അറിയപ്പെടുന്ന മറ്റു 2 പേരുകളാണ്, അല്ലെങ്കിൽ അതിന്റെ അപരനാമം എന്ന് പറയാം. എയ്ഡ്സ് അറിയപ്പെടുന്നത് ഗ്രിഡ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത്? എയ്ഡ്സ് അല്ലെങ്കിൽ സ്ലിം ഡിസീസ്. ഗ്രിഡ് രോഗം, സ്ലിം ഡിസീസ് എന്നെല്ലാം അറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. 21-ാം നൂറ്റാണ്ടിലെ രോഗം കാരണമായിട്ടുള്ള വൈറസ് HIV വൈറസ് ആണ്. HIV വൈറസ്. എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 1981 അമേരിക്കയിലാണ്. 1981 അമേരിക്കയിലാണ് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്നറിയോ? കേരളത്തില് പത്തനംതിട്ടയിലാണ്. ഓക്കെ, പത്തനംതിട്ട. കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിലാണ്. അപ്പൊ എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയില് 1981. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടില് ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിലാണ്. ഇനി ഈ എയ്ഡ്സ് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റെഡ് റിബൺ കണ്ടിട്ടില്ല? എയ്ഡ്സിന്റെ എംബ്ലം, ഒരു റിബൺ ഇങ്ങനെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെഡ് റിബൺ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ. ഇത് എന്താ റെഡ് റിബൺ എന്ന് പറഞ്ഞാൽ? ഒരു അവയർനെസ് റിബൺ ആണ്. ഒരു എയ്ഡ്സിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. എയ്ഡ്സ് രോഗികളെ മാറ്റി നിർത്താതെ നമ്മൾ അവരെ കൈ പിടിച്ച് അത് സപ്പോർട്ട് ചെയ്ത് അവർക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അവയർനെസ് റിബൺ ആണ് റെഡ് റിബൺ. റെഡ് റിബൺ ഇത് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റെഡ് റിബൺ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ്, റെഡ് റിബൺ. ഇനി എയ്ഡ്സ് രോഗം നിർണയിക്കുന്ന രോഗനിർണയ ടെസ്റ്റുകൾ എലീസ ടെസ്റ്റ്. ELISA 2-3 ടെസ്റ്റുകൾ ഉണ്ട്. എലീസ ടെസ്റ്റ്, NOVA നോവ ടെസ്റ്റ്, എലീസ ടെസ്റ്റ്, നോവ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് WESTERN, വെസ്റ്റേൺ ബ്ലോട്ട് BLOT, സദേൺ ബ്ലോട്ട്, സദേൺ SOUTHERN, സദേൺ ബ്ലോട്ട്, നോവ, PCR. എന്താ ഫുൾ ഫോം? PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, PCR ടെസ്റ്റ്. ഇതൊക്കെ എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനകളാണ്. എലീസ ടെസ്റ്റ്, നോവ ടെസ്റ്റ്, PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, വെസ്റ്റേൺ ബ്ലോട്ട്, സദേൺ ബ്ലോട്ട്, ഇതൊക്കെ എയ്ഡ്സ് രോഗനിർണയ പരിശോധനകളിൽ വരുന്നതാണ്. ഓക്കെ, എയ്ഡ്സ് ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ്. ഒരു ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എയ്ഡ്സ് ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ്. LYMPHOCYTE, ലിംഫോസൈറ്റ്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ്. എയ്ഡ്സ് രോഗിക്ക് നൽകുന്ന ചികിത്സ ART എന്ന് പറയും. ആന്റിജൻ റാപ്പിഡ് ടെസ്റ്റ്, ART. ഒരെണ്ണം കൂടി, ലാസ്റ്റ് ഒരു പോയിന്റ്. എയ്ഡ്സ് രോഗിക്ക് നൽകുന്ന മരുന്നാണ് ബ്യൂട്ടൈൻ അസിഡോതൈമിഡിൻ. ബ്യൂട്ടൈൻ BUTANE, ബ്യൂട്ടൈൻ അസിഡോ ASIDO, അസിഡോ തൈമിൻ THYMINE.
മാം ഒന്നും കൂടി സ്പെല്ലിംഗ് അറിയോ? ബ്യൂട്ടൈൻ, BUTANE, ബ്യൂട്ടൈൻ. അസിഡോ, ASIDO, അസിഡോ. തൈമീൻ, THYMINE, തൈമീൻ. ബ്യൂട്ടൈൻ, അസിഡോ, തൈമീൻ ആണ് എയ്ഡ്സ് രോഗിക്ക് നൽകുന്ന മരുന്നാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എയ്ഡ്സ് 21-ാം നൂറ്റാണ്ടിലെ രോഗം എന്നറിയപ്പെടുന്നു. പിന്നെ കാരണമായിട്ടുള്ള വൈറസ് HIV വൈറസ് ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടില്, ചെന്നൈയില്. കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിലാണ്. റെഡ് റിബൺ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനകള് എലിസ ടെസ്റ്റ്, നോവ, PCR, വെസ്റ്റേൺ ബ്ലോട്ട്, സദേൺ ബ്ലോട്ട്, ഇതൊക്കെ എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനകളാണ്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ലിംഫോസൈറ്റ്. ഈ ലിംഫോസൈറ്റിനെ ബാധിക്കുന്നത്. പിന്നെ നൽകുന്ന ചികിത്സ എന്ന് പറയുന്നത് ART ആണ്. ART, ആന്റിജൻ റാപ്പിഡ് ടെസ്റ്റ്. എയ്ഡ്സ് രോഗിക്ക് നൽകുന്ന മരുന്ന് ബ്യൂട്ടൈൻ, അസിഡോ, തൈമീൻ. ഓക്കെ. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. എന്തോ ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ചിക്കൻ പോക്സ്. C ആണ് കേട്ടോ, മച്ചമ്പിയുടെ C ആണ്. ചിക്കൻ പോക്സ്, CHICKEN, ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സിന് കാരണമായ വൈറസ് ആണ് വേരിസെല്ല സോസ്റ്റർ. സ്പെല്ലിംഗ് ഞാൻ പറയാട്ടോ. വേരിസെല്ല സോസ്റ്റർ, VARICELL, വേരിസെല്ല, VARICELL, വേരിസെല്ല സോസ്റ്റർ. ZOSTER, സോസ്റ്റർ. ഈ ചിക്കൻ ബോക്സ് അറിയപ്പെടുന്ന വേരിസെല്ല എന്നും അറിയപ്പെടുന്നു. വേരിസെല്ല എന്നറിയപ്പെടുന്നത് ചിക്കൻ ബോക്സ് ആണ്. വേരിസെല്ല, VARICELL. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേരിസെല്ല എന്ന് പറഞ്ഞ വൈറസ് ആണ്. വേരിസെല്ല സോസ്റ്റർ എന്ന് പറഞ്ഞ വൈറസ് ആണ് ചിക്കൻ ബോക്സിന് കാരണം. അത് എന്താണ്, ചിക്കൻ ബോക്സിന് കാരണമായിട്ടുള്ള വൈറസ്. അതുകൊണ്ട് തന്നെ വേരിസെല്ല എന്നറിയപ്പെടുന്നു ചിക്കൻ പോക്സ്. അടുത്തത് നെക്സ്റ്റ് 9th വൺ ആണ് ചിക്കൻ ഗുനിയ. ചിക്കൻ ഗുനിയ, CHIKUNGUNYA, ചിക്കൻ ഗുനിയ is a viral infection transmitted by mosquitoes. ചിക്കൻ ഗുനിയ പരത്തുന്ന ഏതാ? മോസ്കിറ്റോസ് ആണല്ലേ. മോസ്കിറ്റോ വഴിയാണ് ചിക്കൻ പോക്സ് പടരുന്നത്, പകർത്തുന്നത്. ഈ ചിക്കൻ പോക്സിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് ചിക്കൻ ഗുനിയ വൈറസ്, അല്ലെങ്കിൽ ചിക്വി വൈറസ് എന്നും പറയും. ചിക്കൻ ഗുനിയ വൈറസ് അല്ലെങ്കിൽ ചിക്വി വൈറസ്, CHIKV, ചിക്വി വൈറസ്. ചിക്വി വൈറസ് അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ വൈറസ് ആണ് ചിക്കൻ ഗുനിയയ്ക്ക് കാരണം. ഇത് ആൽഫ വൈറസിന്റെ ജനുസിൽപ്പെട്ട ഒരു വൈറസ് ആണ്. ഒരു എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള വൈറസ്. അതിനകത്ത് ഓപ്ഷനിൽ ആൽഫ വൈറസ് എന്നാ തന്നേക്കുന്നത്. അപ്പൊ ആൽഫ വൈറസിന്റെ ജനുസിൽപ്പെട്ട ചിക്കൻ ഗുനിയ വൈറസ് ആണ് അല്ലെങ്കിൽ ചിക്വി വൈറസ് ആണ് ചിക്കൻ ഗുനിയയ്ക്ക് കാരണം. അപ്പൊ ആൽഫ വൈറസ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതിക്കൊള്ളണം കേട്ടോ. ആൽഫ വൈറസ്, ആൽഫ വൈറസിന്റെ ഒരു ജനുസിൽപ്പെട്ട ചിക്കൻ ഗുനിയ വൈറസ് അല്ലെങ്കിൽ ചിക്വി വൈറസ് ആണ് ചിക്കൻ ഗുനിയയ്ക്ക് കാരണം. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കട്ടയിലാണ്. കൊൽക്കട്ട, ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കട്ടയിലാണ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മോസ്കിറ്റോ വഴിയാണ് ഈ രോഗം പടരുന്നത്, ഈ രോഗം പകർത്തുന്നത് മോസ്കിറ്റോസ് ആണ്. ഇനി 10th വൺ ആണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എന്താ മലയാളം എന്താ? ഹെപ്പറ്റൈറ്റിസ്, HEPATITIS, ഹെപ്പറ്റൈറ്റിസ്. കരൾ വീക്കമാണോ? കരൾ വീക്കം, ആൻഡ് ഇൻഫ്ലമേഷൻ
ഓഫ് ദ ലിവർ. ലിവറിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ വീക്കമാണ്. ആ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ, ലിവറിൽ ഉണ്ടാകുന്ന ഒരു വീക്കം, കരൾ വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഹെപ്പറ്റൈറ്റിസ് പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി ആൻഡ് ഇ. അങ്ങനെ പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇതിൽ എയും ഇയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടറിൽ കൂടിയൊക്കെയാണ് എയും ഇയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത് അശുദ്ധജലം വഴിയും അതുപോലെ തന്നെ അശുദ്ധമായിട്ടുള്ള ഫുഡ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ ഒക്കെ വഴിയാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും പകരുന്നത്. ഇത് കരളുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. കരളുമായി ബന്ധപ്പെട്ട രോഗമാണ്. സാധാരണ ഞാൻ പറഞ്ഞ 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണുള്ളത്. ഇതില് ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഏറ്റവും മാരകമായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതേവായിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ വൈറസ് മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏത്? ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ആണ്. താഴെ ഇങ്ങനെയായിരുന്നു ഇത് തന്നെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ വൈറസ് മൂലം കരളിനെ ബാധിക്കുന്ന രോഗം. അപ്പൊ കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. നെക്സ്റ്റ് ആണ് എബോള. EBOLA. എബോള ഒരു വലിയൊരു ഡിസീസ് ആണ്. എബോള. EBOLA. എബോള. എബോളയ്ക്ക് കാരണമായിട്ടുള്ള വൈറസ് എബോള വൈറസ് ആണ്. എബോളയ്ക്ക് കാരണമായ വൈറസ് എബോള വൈറസ്. എബോള ആദ്യം കണ്ടെത്തിയത് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലും കോങ്കോങ്ങിലും ഒക്കെയാണ് എബോള ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഇത് എന്തുകൊണ്ടാണ് എബോള എന്ന് പേര് വരാൻ കാര്യം? ഇത് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലും കോങ്കോങ്ങിലും ആണ് ആദ്യമായിട്ട് എബോള റിപ്പോർട്ട് ചെയ്തത്, കണ്ടെത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ ഒരു നദിയാണ് എബോള റിവർ ഉണ്ട് ആഫ്രിക്കയിലെ. അപ്പൊ ആ ആഫ്രിക്കയിലെ ഒരു നദിയായ എബോള റിവറിന്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ രോഗത്തിന് എബോള എന്ന പേര് വന്നത്. ആഫ്രിക്കയിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് എബോള. ആഫ്രിക്കയുടെ ഒരു നദി എബോള റിവർ ആണ്. ആഫ്രിക്കയിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗം എബോള. അങ്ങനെ തന്നെ നോക്കാട്ടോ. ആഫ്രിക്കയിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് എബോള. ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആഫ്രിക്കയിലാണ്. അപ്പൊ അവിടെ ആഫ്രിക്കയിലുള്ള റിവർ ആണ് എബോള റിവർ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആ രോഗത്തിന് എബോള എന്ന് പേര് നൽകിയത്. എബോളയ്ക്ക് കാരണമായ വൈറസ് എബോള വൈറസ് ആണ്. എബോള വൈറസ്. നെക്സ്റ്റ് ആണ് മുണ്ടിനീര്. മംസ്. മുണ്ടിനീര്. മുണ്ടിവീക്കം അല്ലെങ്കിൽ മുണ്ടിനീര് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുണ്ടിവീക്കം എന്നറിയപ്പെടുന്നു. മുണ്ടിവീക്കം. ഇത് കഴിഞ്ഞ എക്സാമിനല്ല, പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഉമിനീർ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട രോഗം. ഇത് ഉമിനീർ ഗ്രന്ഥിനെയാണ്, സലൈവറി ഗ്ലാൻഡിനെയാണ്. ഉമിനീർ ഗ്രന്ഥിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മുണ്ടിനീര്. അത് ഉമിനീർ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് ഈ മുണ്ടിനീര് മംസ് എന്ന് പറയുന്നത്. ബാധിക്കുന്നത് ഉമിനീർ ഗ്രന്ഥിനെ, സലൈവറി ഗ്ലാൻഡിനെയാണ് ഇത് ബാധിക്കുന്നത്. ഇതിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് പാരാമിക്സോ വൈറസ്. PARA. പാരാമിക്സോ. MYXO. പാരാമിക്സോ വൈറസ്. മുണ്ടിനീരിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് പാരാമിക്സോ വൈറസ്. മുണ്ടിവീക്കം എന്നറിയപ്പെടുന്നു. ഇത് സലൈവറി ഗ്ലാൻഡ്, ഉമിനീർ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു രോഗമാണ്. മുണ്ടിനീരിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് പാരാമിക്സോ വൈറസ്. ഏത് വൈറസ് ആണ്? വൈറസിന്റെ പേരെന്താ? പാരാമിക്സോ വൈറസ്. PARAMYXO. പാരാമിക്സോ വൈറസ്. നെക്സ്റ്റ് ആണ് 13ാമത്തെ പേവിഷബാധ.
റാബിസ്, RABIES. മംസിന്റെ സ്പെല്ലിംഗ് എന്ന് പറയാമോ? പറയാലോ, MUMPS, മംസ്, MUMPS. ഓക്കെ. ഇനി അടുത്തത് നെക്സ്റ്റ് 13ാമത്തെ ഡിസീസ് ആണ് നമ്മൾ വൈറൽ ഡിസീസ് എഴുതുന്നത്, പേവിഷബാധ, റാബിസ്. ഈ റാബിസിന് കാരണമായിട്ടുള്ള വൈറസ് റാബിസ് വൈറസ് ആണ്. റാബിസ് വൈറസ്, RABIES, റാബിസ്. അപ്പൊ പേവിഷബാധ റാബിസ് അറിയപ്പെടുന്ന മറ്റു പേരാണ് റാബിസ്. ഇതിന് കാരണമായിട്ടുള്ള വൈറസ് റാബിസ് വൈറസ് ആണ്. റാബിസ് വൈറസ്. ഇതൊരു ലാറ്റിൻ വേർഡാണ് റാബിസ് എന്ന് പറയുന്നത്. റാബിസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡാണ്. അതിന്റെ മീനിങ് മാഡ്, ഭ്രാന്ത് എന്നാണ് ആ ഒരു പദത്തിന് അർത്ഥം. എന്തുകൊണ്ട് ആ ഒരു അവസ്ഥ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഈ പേവിഷബാധ വന്ന് ഇതിങ്ങനെ സിനിമയിലൊക്കെ കുറെ സിനിമകളിലുണ്ടല്ലോ, അങ്ങനെ ലാസ്റ്റ് അങ്ങനെ എന്താ പറയാ, അതിന് ഇങ്ങനെ ഒരു ഭ്രാന്ത് പോലെ ഒരു അവസ്ഥ വരും അല്ലേ? അതിന് ജലഭീതി അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗമാണ്. വെള്ളത്തോട് ഒരു പേടി, അമിത ഭയം, ഇതുപോലെ, അത് ഹൈഡ്രോഫോബിയ, ജലഭീതി അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗമാണ് പേവിഷബാധ, റാബിസ്, ഹൈഡ്രോഫോബിയ. ഇത് ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന ഒരു രോഗമാണ്. പട്ടികളൊക്കെ ഉള്ള പട്ടിയൊക്കെ കടിക്കുമ്പോഴല്ലേ ആ രോഗം വരുന്നത്. അതുകൊണ്ട് ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമാണ്. റാബിസ് വൈറസ് ആണ് റാബിസ് രോഗത്തിന് കാരണം. ജലഭീതി അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ് പേവിഷബാധ. നെക്സ്റ്റ് 14ാമത്തെ ഡിസീസ് ആണ് പക്ഷിപ്പനി. പക്ഷിപ്പനി H5N1, H5N1 വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പക്ഷിപ്പനി. H5N1. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലെ നന്ദർബാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മഹാരാഷ്ട്രയിലെ നന്ദർബാർ, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലാണ്. കാരണമായിട്ടുള്ള വൈറസ് ഏതായിരുന്നു പക്ഷിപ്പനിക്ക് കാരണമായിട്ട്? H5N1. ഇനി അടുത്ത നെക്സ്റ്റ് ആണ് 15ാമത്തെ ഡിസീസ് ആണ് പന്നിപ്പനി, പിഗ് ഫീവർ. മഹാരാഷ്ട്രയിലെ ആ സ്ഥലത്തിന്റെ പേരൊന്ന് പറഞ്ഞു. നന്ദർബാർ. പന്നിപ്പനി. നെക്സ്റ്റ് പിഗ് ഫീവർ. അവിടുത്തെ വൈറസിന്റെ പേര് എഴുതുക H1N1. മാറരുത് കേട്ടോ, അത് രണ്ടിന്റെ, പക്ഷിപ്പനിയുടെ പന്നിപ്പനിയുടെ വൈറസ് മാറരുത്. അത് നിങ്ങളൊന്ന് ഓർത്ത് പഠിക്കുക. പന്നിപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ആണ് H1N1. H1N1 വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് പന്നിപ്പനി, പിഗ് ഫീവർ, H1N1. പന്നിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത് ഹൈദരാബാദ്. ഓക്കെ. നെക്സ്റ്റ് 16ാമത്തെ ഡിസീസ് ആണ് ഇൻഫ്ലുവൻസ. INFLUENZA, ഇൻഫ്ലുവൻസ. ഇറ്റ് ഈസ് ഓൾസോ പന്നിപ്പനി എങ്ങനെ ഉണ്ടാവുന്നത്? അത് എന്താ പറയാ, പിഗ് ഫീവർ ആണ്. പന്നികളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും തന്നെ മനുഷ്യരിലേക്ക് വരുന്ന ഒരു രോഗമാണിത്. മാം, ഇത് PICK ആണോ PIG ആണോ? ഏതാ? PIG, പിഗ് ഫീവർ, പന്നിപ്പനി, പിഗ് ഫീവർ.
അടുത്ത ഇൻഫ്ലുവൻസ ആണ് INFLUENZ. ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ ഈസ് ഓൾസോ കോൾഡ് ഫ്ലൂ എന്നറിയപ്പെടുന്നത്. FLU ഫ്ലൂ. ഇതിന്റെ രോഗകാരി വൈറസ് ആണ് ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഇൻഫ്ലുവൻസയ്ക്ക് കാരണമായിട്ടുള്ള വൈറസ് ഇൻഫ്ലുവൻസ വൈറസ്. INFLUENZ ഇൻഫ്ലുവൻസ വൈറസ്. ഇനി അടുത്തത് നോട്ട് ചെയ്യണം. ആഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം. ആഗസ്റ്റ് ഫീവർ ഇൻഫ്ലുവൻസയാണ്. ആഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗമാണ് ഇൻഫ്ലുവൻസ. ആഗസ്റ്റ് ഫീവർ. ആഗസ്റ്റ് ഫീവർ. ആഗസ്റ്റ് ഫീവർ. ഇനി ലാസ്റ്റ് വണ്ണാണ് ജപ്പാൻ ജ്വരം. അപ്പൊ മച്ചമ്പിയുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരം അല്ലെ. ജപ്പാൻ ജ്വരം. ജാപ്പനീസ് ഫീവർ. JAPANESE ജാപ്പനീസ് ഫീവർ. ജാപ്പനീസ് ഫീവർ. രോഗകാരി ജാപ്പനീസ്. ജപ്പാൻ ജ്വരം, ജാപ്പനീസ് ഫീവർ കാരണമായിട്ടുള്ള രോഗകാരി ജാപ്പനീസ് എൻസിഫിലിറ്റിസ്. ജാപ്പനീസ് എൻസിഫിലിറ്റിസ്. സ്പെല്ലിംഗ് പറയാം. ENCEPHALITIS. ഒരിക്കലും കൂടെ പറയോ? പറയാലോ. ജാപ്പനീസ് എൻസിഫിലിറ്റിസ്. ഈ ജാപ്പനീസ് അറിയാം. JAPANESE ജാപ്പനീസ് എൻസിഫിലിറ്റിസ്. ENCEPHALITIS ജാപ്പനീസ് എൻസിഫിലിറ്റിസ് വൈറസ് ആണ് ഈ ജാപ്പനീസ് ഫീവറിന് കാരണമായിട്ടുള്ള വൈറസ്. ഇനി 2 ഡിസീസും കൂടി നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. വൈറൽ ഡിസീസ്. ഒന്നാമത്തെ കൊറോണ, പിന്നെ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വൈറൽ ഡിസീസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് നിപ്പ നോക്കാം. നിപ്പ. NIPH. നിപ്പ. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്ന അല്ല, ആ കോഡിനകത്ത് വരുന്ന NIPAH നിപ്പ. അടുത്ത് ഇത് മ്യൂട്ട് ചെയ്ത് വെക്കട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലാതെ എപ്പോഴും നിങ്ങളിത് മ്യൂട്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവും. സിദ്ധാർത്ഥ പകുതിയ ക്ലാസ്സിൽ കേൾക്കുള്ളൂ. അത് എല്ലാ ടീച്ചേഴ്സും പറയുന്ന ഒരു ഇതാണ്. നിഷ് ടീച്ചറും എല്ലാവരും പറയാറുണ്ട് സിദ്ധാർത്ഥിനെ കുറിച്ച്. അവിടെ ക്ലാസ് വേറെ എല്ലായിടത്തൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് തീരാറാകുമ്പോൾ വന്നിട്ട് ആ ക്വസ്റ്റ്യൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ എഴുതി കണ്ടിന്യൂസ് ക്ലാസ്സിൽ കയറിയിരിക്കുന്ന കുട്ടികൾക്ക് കൂടി അതൊരു ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് ആകെ 1 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിത് വൈറൽ ഡിസീസ് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ്. ഇപ്പൊ 54 സമയം. ഇനി 5 മിനിറ്റ് 5-6 മിനിറ്റും കൂടി 3 മണി വരെയല്ലേ നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞേക്കണേ. ഇനിയുണ്ട്, നിപ്പ ഉണ്ട്, കൊറോണയും കൂടി കഴിഞ്ഞാലാണ് ആ വൈറൽ ഡിസീസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. നിപ്പ നോക്കാം. നിപ്പ വൈറസ്. നിപ്പ വൈറസ്. നിപ്പയ്ക്ക് കാരണമായിട്ടുള്ള വൈറസ് നിപ്പ വൈറസ് ആണ്. NIPAH നിപ്പ വൈറസ്. ഈ നിപ്പ വൈറസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, സിസ്റ്റർ ലിനി പുതുശ്ശേരി. കേട്ടിട്ടില്ല പേര്? പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടതാണ് ലിനി പുതുശ്ശേരി. ഈ നിപ്പ വന്ന് മരിച്ച ഒരു നേഴ്സാണ് അല്ലെ. അവര് പേഷ്യന്റിനെ നോക്കി അതിൽ നിന്ന് ഡിസീസ് വന്ന് മരിച്ച ഒരു ഇതാണ്. അപ്പൊ നിപ്പയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫെമിലിയർ ആയിട്ട് കേട്ടിരിക്കേണ്ട ഒരു പേരാണ് ലിനി പുതുശ്ശേരി. അതുകൊണ്ട് തന്നെ ഈ ലിനി പുതുശ്ശേരിയുടെ അതിന്റെ പേരിന് ആ സിസ്റ്ററിന്റെ ബഹുമാനാർത്ഥം ഈ സംസ്ഥാനത്തെ ഏറ്റവും നല്ല നേഴ്സിന് കൊടുക്കുന്ന ഒരു അവാർഡാണ് സിസ്റ്റർ ലിനി പുതുശ്ശേരി അവാർഡ്. ലിനി പുതുശ്ശേരി അവാർഡ്.
ലിനി പുതുശ്ശേരി അവാർഡ്. ഇത് നിപ്പ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം മലേഷ്യയിലാണ്. നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിലാണ്. അവിടെ മലേഷ്യയില് എങ്ങനെയാ പന്നി വളർത്തി ഉപജീവനമാർഗം ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടം കർഷകരിലാണ് ആദ്യമായിട്ട് ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് നിപ്പ വൈറസ് കണ്ടെത്തിയത് നമുക്ക് മലേഷ്യയിലാന്ന് പറയാം. അത് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ മലേഷ്യ ഉണ്ടായിരുന്നു. ലോകത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് മലേഷ്യ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം സംസ്ഥാനം കേരളത്തിലാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് കോഴിക്കോട്. കോഴിക്കോട് ഏത് ഗ്രാമാന്നറിയോ? ഏത് സ്ഥലം എന്നറിയോ കറക്റ്റ് ആയിട്ട്? കോഴിക്കോട് ചെങ്ങരോത്ത് എന്ന ഗ്രാമം. അത് ചോദിക്കില്ല. നിങ്ങൾക്ക് ആദ്യമായിട്ട് കേരളത്തില് നിപ്പ റിപ്പോർട്ട് ചെയ്ത് കാണപ്പെട്ട ജില്ല അത് ചോദിക്കാം. കോഴിക്കോടാണ്. ഈ നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉള്ള വാക്സിൻ, 2 വാക്സിനാണ് പറയുന്നത്. റൈബാവൈറിൻ RIBAVIRIN റൈബാവൈറിൻ RIBAVIRIN നിപ്പ വൈറസിനെ പ്രതിരോധിക്കാനായി ഉപയോഗിക്കുന്ന വാക്സിനാണ് റൈബാവൈറിൻ. പിന്നെ ക്ലോറോക്വിനൈൻ CHLOROQUINE. ഒന്നുകൂടി പറയോ രണ്ടാമത്തെ മരുന്ന്? ക്ലോറോക്വിനൈൻ CHLOROQUINE. ഇതിനകത്ത് ചോദിച്ചേക്കുന്ന സിസ്റ്റർ ലിനി പുതുശ്ശേരിയുടെ പേര് അത് ഓർക്കണം. അത് ആ ലിനി പുതുശ്ശേരിയുടെ സ്മരണാർത്ഥം കൊടുത്ത ഈ ഏറ്റവും നല്ല സംസ്ഥാനത്തെ ഏറ്റവും നല്ല നഴ്സിന് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്, അവാർഡാണ് സിസ്റ്റർ ലിനി പുതുശ്ശേരി അവാർഡ്. പിന്നെ ദക്ഷിണേന്ത്യ നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മലേഷ്യയിലാണ്. മലേഷ്യ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളത്തിലാണ്. കേരളത്തില് ചെയ്തത് കോഴിക്കോട് ചെങ്ങരോത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. നിപ്പ വൈറസിന് എതിരായിട്ട് പ്രതിരോധിക്കുന്നതിനായി ഉപയോഗിക്കുന്ന 2 വാക്സിനുകളാണ്. ഒന്നാമത്തെ റൈബാവൈറിൻ, പിന്നെ ക്ലോറോക്വിനൈൻ. അതിനകത്ത് നിപ്പയെ കുറിച്ച് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടി നമുക്ക് വേഗം പറ്റും. റൈബാവൈറിന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയോ? റൈബാവൈറിൻ പറയാം. ഓക്കെ. റൈബാവൈറിൻ RIBAVIRIN റൈബാവൈറിൻ. ക്ലോറോക്വിനൈൻ CHLOROQUINE. പിന്നെ കൊറോണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. COVID-19 കൊറോണ വൈറസിന് കാരണമായിട്ടുള്ളത്, കൊറോണയ്ക്ക് കാരണമായിട്ടുള്ള വൈറസ് ഏതാ? കൊറോണ വൈറസ് കാരണമായിട്ടുള്ളത്. നമ്മൾ കൊറോണ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് പറഞ്ഞു. കിരീടം എന്നാണ് കൊറോണയുടെ മീനിങ്. പിന്നെ പുതിയ തരം കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ് COVID-19 എന്ന് പറയുന്നത്. കൊറോണ ഏത് തരത്തിലുള്ള ഡിസീസ് ആണ്? നമ്മൾ ഡിസീസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഏത് തരത്തിലുള്ള ഡിസീസാ? പാൻഡമിക് ഡിസീസ് ആണ് അല്ലെ? ഒരു രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതാണ് പാൻഡമിക്. കൊറോണ ഒരു പാൻഡമിക് ഡിസീസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ കൊറോണ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ റിപ്പോർട്ട് ചെയ്ത കേരളം. കേരളത്തിൽ ആദ്യമായിട്ട് കൊറോണ റിപ്പോർട്ട് ചെയ്ത എവിടെയാ? തൃശ്ശൂരാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യുന്ന തൃശ്ശൂര്. ഇന്ത്യയില് ആദ്യത്തെ കോവിഡ് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം എവിടെയാണെന്നറിയോ? കർണാടകയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് മരണം സ്ഥിരീകരിച്ചത് കർണാടകയിലാണ്. ഗൾഫ് നാടുകളിൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് ബഹ്റൈനിലാണ്.
ഇനി കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30-ലാണ്. ഒരു പെട്ടെന്ന് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30-ല്. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11-നാണ്. ലോകാരോഗ്യ സംഘടന കൊറോണയെ ഒരു മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11. കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് പഞ്ചാബ്. ഓക്കെ, പഞ്ചാബ്. COVID-19 വ്യാപനം തുടങ്ങുന്നതിനായി ആദ്യമായിട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. ഇനി കൊറോണ വൈറസ് രോഗനിർണയിക്കാനുള്ള ടെസ്റ്റുകള്, കൊറോണ രോഗനിർണയ ടെസ്റ്റുകൾ 2 PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് നടത്തും. NAAT ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. NAAT. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ, ആ പേരൊക്കെ പേപ്പറിൽ ഭയങ്കര ഫേമസ് ആയി. ആരാണ് COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ? മനീഷ് അല്ലെ? മനീഷ് കുമാറാണ്. കൊറോണ വ്യാപനം തടയുന്നതിനായി ആരോഗ്യ വകുപ്പ് ഏർപ്പെടുത്തിയ ഒരു ക്യാമ്പയിൻ ഉണ്ട്. ക്യാമ്പയിന്റെ പേരെന്താണെന്നറിയോ? ബ്രേക്ക് ദ ചെയിൻ. ക്യാമ്പയിൻ ആണ് ബ്രേക്ക് ദ ചെയിൻ. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കോവിഡ് വാക്സിൻ ആണ് കോവാക്സിൻ. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ കോവിഡ് വാക്സിൻ ആണ് കോവാക്സിൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് വൈറൽ ഡിസീസ് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് ആ കോഡ് വെച്ചതിന് അത്രയും ഡിസീസ് പഠിക്കുക. DYSPക്ക് ജലദോഷവും അച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. ആ കോഡിലൂടെ അത്രയും വൈറൽ ഡിസീസ് പഠിച്ചു. അതുകൂടാതെ എക്സ്ട്രാ നമ്മൾ 2 എണ്ണം കൂടി പറഞ്ഞത് കൊറോണയും പറഞ്ഞു, നിപ്പയും പറഞ്ഞു. ഈ വൈറസ് ഡിസീസ് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് കാരണമായിട്ടുള്ള രോഗകാരികൾ പഠിക്കുക. അതിന് എന്താ പറയാ, അത് അറിയപ്പെടുന്ന മറ്റു പേരുകളില്. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമുക്കിന്ന് ഒരു 3 മിനിറ്റ് വൈകി. നമുക്ക് കോവിഡ് ടെസ്റ്റ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അത് കഴിഞ്ഞിട്ടുള്ള എന്തായിരുന്നു? NAAT ന്യൂക്ലിക്, അതിന്റെ ഫുൾ ഫോം ആണ്, എക്സ്പാൻഡഡ് ഫോം ആണ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ചിക്കൻ ഗുനിയ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത സ്ഥലം എവിടെയാണോ? ഈ സിദ്ധാർത്ഥ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയാണോ? അല്ല മാം, ഒന്ന് ചിക്കൻ ഗുനിയ ഫസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഒന്ന് പറഞ്ഞുതരോ? ഇന്ത്യയില് ഒരു മിനിറ്റ്. കൊൽക്കട്ടയില്. മിസ്സേ, കൊറോണയുടെ ആദ്യമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്? പറയാം, ഒരു മിനിറ്റ്. രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ അല്ലെ? COVID-19 വ്യാപനം തടയുന്നതിന് ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, കർഫ്യൂ ആദ്യമായിട്ട് മുഴുവനായിട്ട് കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഹെപ്പറ്റൈറ്റിസിന്റെ ടൈപ്സ് ഒന്ന് പറയാമോ? ഹെപ്പറ്റൈറ്റിസിന്റെ ടൈപ്സ് ഏതൊക്കെയുള്ളതെന്നോ? ഏതൊക്കെ ടൈപ്പ് ആണെന്നാണോ? 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസ്. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, ഹെപ്പറ്റൈറ്റിസ് D ആൻഡ് ഹെപ്പറ്റൈറ്റിസ് E.
അതില് വെള്ളത്തിൽ കൂടി ട്രാൻസ്മിറ്റ് ആണ്. അതില് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിൽ കൂടെ വാട്ടറിൽ കൂടെയാണ് പകരുന്നത്. ഓക്കെ, എയും ഇയും. അതിനകത്ത് ഏറ്റവും മാരകമായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്, ഹെപ്പറ്റൈറ്റിസ് ബി. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.